Section E, case study number 2, question number 37. In a garden, saplings of rose flowers were planted at equal intervals to form a spiral pattern. The spiral is made up of successive semicircles with centers alternately at A and B, starting with the center A of radius 50 cm, 100 cm, 150 cm, as shown in the figure given below. Spiral 1 has 10 flowers, spiral 2 has 20 flowers, spiral 3 has 30 flowers, and so on. Based on the above information, answer the following question. What is the radius of the 13th spiral? If the radius of the nth spiral is 500 cm, find the value of n. Find the total number of saplings till the 11th spiral. Till which spiral will there be a total of 450 saplings? ഇവിടെ ഒരു ഗാർഡൻ ഫോം ചെയ്തിരിക്കുകയാണ്. അത് സ്പൈറൽ പാറ്റേൺ ആണ്. ഫസ്റ്റ് എ സെൻറ്റർ ആയിട്ട് ഇതാണ് യെല്ലോ എന്ന് പറയുന്ന ഒരു സെമി സർക്കിളാണ്. ഇതിൽ റോസ് ഫ്ലവേഴ്സിൻ്റെ സാപ്ലിങ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എയുടെ റേഡിയസ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി സെൻറ്റർ ആയിട്ട് ആകുമ്പോൾ സെമി സർക്കിൾ ചെയ്യുന്നത് ഇതാണ്. ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് 100 സെൻറ്റിമീറ്റർ ആണ്. ഇതിലും റോസ് ഫ്ലവേഴ്സിൻ്റെ സാപ്ലിങ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെമി സർക്കിളിൽ 10 ഫ്ലവേഴ്സ് ആണുള്ളത്, 10 ആണ്. സെക്കൻഡിൽ 20 ഫ്ലവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി അഗെയിൻ L3 എന്ന് പറയുന്ന സെമി സർക്കിൾ എ സെൻറ്റർ ആയിട്ടാണ്. അതിൻ്റെ റേഡിയസ് 150 ആണ്. ഈ റേഡിയസ് എന്ന് പറയുന്നത് 150 ആണ്. അങ്ങനെ ഈ സ്പൈറൽ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ L4ൽ ടോട്ടൽ 30 ഫ്ലവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പാർട്ട് 1 നോക്കാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി 13th സ്പൈറൽ? റേഡിയസ് ഓഫ് 13th സ്പൈറൽ. ഇതൊരു സ്പൈറൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. തന്നിരിക്കുന്ന കേസ് സ്റ്റഡി ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ബേസ്ഡ് പ്രോബ്ലം ആണ്. എ പി ഓഫ് ദ ഗിവൺ കേസ് സ്റ്റഡി. ഫസ്റ്റ് റേഡിയസ് 50 സെൻറ്റിമീറ്റർ ആണ്. വെൻ എ ഈസ് ദ സെൻറ്റർ. ദെൻ സെക്കൻഡ് ടേം 100 സെൻറ്റിമീറ്റർ ആണ്. തേർഡ് 150 ആണ്. അങ്ങനെ ഇത് കണ്ടിന്യൂ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ഈസ് ഈക്വൾ ടു 50 ആണ്. A1 is equal to 50, A2 is equal to 100, A3 is equal to 150. Therefore, D is equal to A2 minus A1, that is 100 minus 50, that is equal to 50. Basic expression for nth term is An is equal to A plus n minus 1 into D. നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് 13th സ്പൈറലാണ്. therefore n is equal to 13, a നമുക്ക് അറിയാം 50, d is equal to 50 ആണ്. so therefore an is equal to 50 plus 13 minus 1 into 50, that is equal to 50 plus 12 into 50, that is equal to 50 plus 600. an is equal to 650. Therefore, radius of 13th spiral equal to 650 centimeter. Get part 2. If the radius of nth spiral is 500 centimeter, find the value of n. Okay. nth spiral radius equal to 500 centimeter തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ വന്ന n is equal to എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് സെയിം എക്സ്പ്രഷൻ തന്നെ യൂസ് ചെയ്യാം. എ പ്ലസ് എ എൻ ഈസ് ഈക്വൾ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. nth ടേം 500 തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 500 ഈക്വൾ ടു എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 50 ആണ്, എൻ മൈനസ് 1 ഇൻറ്റു ഡി, ഡി എന്ന് പറയുന്നത് 50 ആണ്. ദാറ്റ് ഈസ് ഈക്വൾ ടു 50 പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യാം, 50n മൈനസ് 50. ഇതും ക്യാൻസൽ ആവും. therefore 50n is equal to 500 because n is equal to 500 by 50 is equal to 10. 10th spiral radius is 500. So answer 10. 10th term is n is equal to 10. Question number 3rd, part A. Total number of saplings till the 11th spiral. ഫസ്റ്റ് സ്പൈറൽ ഇത് ഫസ്റ്റ് സെമി സർക്കിളാണ്. ഇതിൽ 10 സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡിൽ L2ൽ 20 ആണ്. തേർഡിൽ 30 ആണ്. അപ്പോൾ ഇതും ഒരു എ പി ഫോം ചെയ്യണം. അത് എ പി
of the saplings. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 ആണ്, സെക്കൻഡ് 20 ആണ്, തേർഡിൽ 30 ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സെട്ര. സോ A1 is equal to 10 here, A2 is equal to 20, A3 is equal to 30, D is equal to A2 minus A1, that is equal to 20 minus 10, that is equal to 10. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിങ്സ് ടിൽ ദ 11th സ്പൈറൽ. അപ്പോൾ n is equal to 11 തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് സം ഓഫ് ദ n ടേംസ് ഓഫ് AP ആണ് കണ്ടുപിടിക്കുന്നത്. Sn is equal to എത്രയാണ് കണ്ടുപിടിക്കണം. ബേസിക് എക്സ്പ്രഷൻ for sum of n terms of AP is Sn is equal to n by 2 into 2a plus n minus 1 into d. That is Sn is equal to n എന്ന് പറഞ്ഞാൽ 11 ആണ്. 11 by 2 divided by 2 into a is 10 plus n minus 1 into d. n is 11 minus 1 into d. d is 10. That is equal to 11 by 2 into 20 plus the expand here 11 into 10 minus 10. That is 11 by 2 divided by 20 plus 0 minus 10. 110 minus 10. That is equal to 11 by 2 divided by 120. 2 cut 16 വരും. That is equal to 11 into 60, this is 66. So our answer is number of saplings till the 11th spiral is 66. Third part B. Till which spiral will there be a total of 450 saplings? Total saplings total saplings equal to 450 തന്നിട്ടുണ്ട്. നമ്മളോട് n equal to എത്രയാണ് കണ്ടുപിടിക്കണം. n is equal to എത്രയാണ് കണ്ടുപിടിക്കണം. സെയിം എക്സ്പ്രഷൻ യൂസ് ചെയ്യാം നമുക്ക്. സം ഓഫ് ദ n ടേംസ് ഓഫ് AP. Sn is equal to n by 2 into 2a plus n minus 1 into d. That is Sn 450 ആണ്. n by 2 into 2 into a is 10 plus n minus 1 into d is 10. That is equal to ഇത് 2ന് ഈ സൈഡിലൂടെ എടുക്കുക. അപ്പോൾ 900 equal to n into 20 plus ഇത് എക്സ്പാൻഡ് ചെയ്യാം 10n minus 10. That is equal to n into 20 minus 10 10 plus 10 അതിൽ 10 കോമൺ ആണ് പുറത്തെടുക്കുക. That is equal to 10 into n multiplied by 1 plus n. That is 900 is equal to 10 into ഈ n അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക n plus n സ്ക്വയർ. ഈ 10ഉം ഇതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 90 ഈക്വൾ ടു n പ്ലസ് n സ്ക്വയർ. ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. n സ്ക്വയർ പ്ലസ് n മൈനസ് 90 ഈക്വൾ ടു 0. ഇതാണ് ഇക്വേഷൻ. പിന്നെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. n സ്ക്വയർ പ്ലസ് 10n മൈനസ് 9n മൈനസ് 90 ഈക്വൾ ടു 0. അതായത് ഇത് രണ്ടിലും n കോമൺ ആണ്. n ഇൻറ്റു n പ്ലസ് 10 മൈനസ് 9 കോമൺ ആണ്. n പ്ലസ് 10 that is n plus 10 into n minus 9 equal to 0. Therefore n is equal to minus 10, n is equal to 9. n cannot be negative as it is a number. n is equal to 9 as n cannot be negative. So answer is n is equal to 9. The 9th spiral, the total number of saplings equal to 450.